ഹിബോൺ ചാക്കോ എഴുതിയ അമർ എന്ന കഥ. അമർ റിട്ടൺ ബൈ ഹിബോൺ ചാക്കോ. കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ്. അമർ ആക്ഷൻ ഡ്രാമ പാർട്ട് 2. അല്പമൊന്ന് ആടി ദൃഢത ഭാവിച്ച് നിൽക്കുന്ന അവനോട് ധൃതിയിൽ എന്നാൽ വീര്യം കുറച്ച് പ്രവീൺ പറഞ്ഞു. ഇരുവരും അകത്തിരിക്കുന്ന അമറിനെ നോക്കിയത് ഒരേ നിമിഷമായിരുന്നു. കൂസലില്ലാത്ത വിധം ഇരിക്കുന്ന അമറിനെ നോക്കി അവൻ വാഹനത്തിന് വശത്തേക്ക് നീങ്ങി. ഈ നിമിഷം തന്നെ പ്രവീൺ ചാടി തിരികെ വാഹനത്തിൽ കയറി അതേ നിമിഷം തന്നെ വണ്ടിയെടുക്കുവാനുള്ള ധൃതിയിൽ പറഞ്ഞു, രൂപേഷ്, കുറേ കൊലക്കേസുകളുണ്ട് തലയിൽ. നല്ല പിടിപാടാ, തലവേദനയാ സാറേ. ഉടനെ പ്രവീണിനു നേരെ തലതിരിച്ച് അമർ പറഞ്ഞു, ആ വണ്ടിയെടുക്കാം, ഹാൻഡ് ബ്രേക്ക് അഴിക്ക്. ധൃതിയിൽ പ്രവീണത് അനുസരിച്ചപ്പോഴേക്കും ഒരുമാതിരി വിധത്തിൽ രൂപേഷ് അമറിനടുത്തേക്ക് എത്തി നിന്നു. എന്താണ്, ഒരു വിളച്ചിലിനുള്ള ചുറ്റുപാടുണ്ടല്ലോ? പാതി ലഹരിയിലെന്ന വിധം രൂപേഷ് തലകുനിച്ച് അമറിനോട് ചേർന്ന് നിന്ന് ചോദിച്ചു. അവൻ ഇത് കേട്ട് ഇടതുകൈ നെറ്റിക്ക് കൊടുത്ത് തലകുനിച്ചിരുന്നു. അതെ, ഇന്ന് രാവിലെ ചാർജ് എടുത്തതേ ഉള്ളൂ, പരിചയമൊക്കെയായി വരുന്നതേ ഉള്ളൂ എന്നേ. രൂപേഷിനെ ഒന്ന് തണുപ്പിക്കും വിധം കോൺസ്റ്റബിൾ പ്രവീൺ ഇങ്ങനെ ധൃതി വിടാതെ പറഞ്ഞു. ഇത് കേട്ട് രൂപേഷ് ഒരുമാതിരി വിധത്തിൽ പഴയപടി നിൽക്കെ തന്നെ 2 നിമിഷം തലയ്ക്ക് കൈകൊടുത്ത് കുനിഞ്ഞിരിക്കുന്ന അമറിനെ നോക്കി. പിന്നെ മദ്യത്തിൻ്റെ മണം സ്വന്തം വായയിൽ നിന്നും അവൻ്റെ മുഖത്തേക്ക് ഉന്നം വെച്ച് പകർന്ന് ഊതി. എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായ പോലെയായി പ്രവീൺ. അമർ ചലനമില്ലാതെ പഴയപടി തുടരുകയാണ്. ഞൊടിയിടയിലാണ് ഹേയ് പോലീസ് എന്നുറക്കെ ആക്രോശിച്ചുകൊണ്ട് അല്പം മുന്നോട്ട് നീങ്ങിയ ശേഷം രൂപേഷ് ഇടതുകൈയിൽ കുപ്പിയുമായി വലതു കൈയാൽ ഡോറിന് ഒത്ത നടുവിലായി വലിച്ചൊരടി. ശബ്ദത്താൽ പ്രവീൺ ഒന്ന് വിറച്ചു. എന്തിനോ വേണ്ടിയുള്ള സിഗ്നൽ എന്ന വിധം കുപ്പി വലിച്ചെറിഞ്ഞ ശേഷം അല്പം അകലെ നിലകൊണ്ടിരുന്നവരെ പരിഗണിക്കുവാനെന്ന വിധം രൂപേഷ് നടന്നു നീങ്ങി. സാർ, തക്കം പാർത്തിരുന്നെന്ന വിധം ഞൊടിയിടയിൽ പ്രവീൺ അമറിൻ്റെ ഇരിപ്പും പരിഗണിച്ച് വിളിച്ചു. ഒന്ന് വണ്ടി വിടാമോ പ്ലീസ്? അങ്ങനെ ഇരിക്കെ തന്നെ അമർ ഉടനടി മറുപടി നൽകി. ഹേയ് പോലീസ്, നീ ഇറങ്ങി വാടാ. അടുത്ത നിമിഷം വണ്ടിയുടെ അല്പം മുന്നിലായി തിരിഞ്ഞു കയറി നിന്ന ശേഷം രൂപേഷ് ആക്രോശിച്ചു. അപ്പോഴേക്കും അല്പം അകലെ വ്യവഹരിച്ചിരുന്നവർ എഴുന്നേറ്റ് വന്നു തുടങ്ങി, അടയാളം കിട്ടിയെന്ന വിധം. സാർ, എന്താ? വിഷണ്ണനായ പ്രവീൺ ഇങ്ങനെ പെട്ടുപോയെന്ന വിധം പൂർത്തിയാക്കാനാവാതെ വിഷമിച്ചു. അമർ ഉടനെ ബൊലോറോയിൽ നിന്ന് ഇറങ്ങി ഡോർ വലിച്ചടച്ചു. ഇരുകൈകളും വൃത്തിയാക്കി മടക്കി കൈമുട്ടുകൾക്ക് മുകളിൽ വെച്ചിരിക്കുന്ന കറുത്ത ഷർട്ടണിഞ്ഞ അവനെ ഭേദിക്കാൻ ലഭ്യമായ മഞ്ഞ വെളിച്ചത്തിനാകാതെ നിന്നു. അവൻ നടന്ന് രൂപേഷിനടുത്തേക്ക് ചെന്നു. അതേ നിമിഷം ആകെ വല്ലാതായി പോയ പ്രവീൺ ചലനമില്ലാതെ ഈ രംഗത്തേക്ക് വാഹനത്തിനുള്ളിലിരുന്ന് വിഴിച്ചു നോക്കി. ഈ നിമിഷം കൊണ്ട് ഗൂഢമായൊരു പുഞ്ചിരിയോടെ ഒരു കൈയാൽ സ്വന്തം മൂക്കിന് വിരലുകളെ ഒന്ന് വേഗം വലിച്ചു വിടാൻ സമ്മതിച്ച് തൻ്റെ പിന്നിൽ നിന്നും രൂപേഷ് മൂർച്ചയേറിയ ഒരു കത്തി പുറത്തെടുത്തു. അടുത്ത നിമിഷം കാണുന്നത് കത്തി തറഞ്ഞു കയറിയ ശബ്ദത്തോടൊപ്പം അമറിൻ്റെ മുഖം രൂപേഷിൻ്റെ വലതുതോളിൽ കിടന്ന് ആഘാതം പ്രകടമാക്കും വിധം മിഴിക്കുന്നതാണ്. സംഭവം കണ്ട് ഞൊടിയിടയിൽ തന്നെ പ്രവീണിന് വണ്ടിയിൽ നിന്നും ചാടി ഇറങ്ങേണ്ടി വന്നു. രൂപേഷിന് പിന്നിലേക്ക് വന്നിരുന്നവർ ഒന്ന് നിന്നു പോയിരുന്ന ആ നിമിഷം അമറിൻ്റെ മുഖം രൗദ്രമായി വന്ന അടുത്ത നിമിഷത്തിൽ താൻ ഞൊടിയിടയിൽ പിടിച്ച് തിരിച്ച് കുത്തിച്ച കത്തി രൂപേഷിൻ്റെ വയറിൽ നിന്നും വലിച്ചൂരി അമർ തുടരെ രൂപേഷിനെ പിന്നിലേക്ക് കൊണ്ടുപോകും വിധം കുത്തിക്കൊണ്ടിരുന്നു. അധികം വേണ്ടി വന്നില്ല, ചലനമറ്റ് രൂപേഷ് പിന്നിലേക്ക് മലർന്നു വീണു. രക്തമൊലിക്കുന്ന കത്തിയുമായി മറ്റുള്ള 5 പേരെയും അമർ മാറി മാറി നോക്കി അലറി, മഞ്ഞ വെളിച്ചത്തിൻ്റെ സഹായത്തോടെ. ഈ കാഴ്ച ഇരു കൈകളാലും മുഖത്തിനിരുവശവും മറച്ച് വിറച്ചു നിന്ന് കണ്ടുകൊണ്ടിരുന്ന പ്രവീണിനടുത്തേക്ക് കത്തിയുമേന്തി അമർ പാഞ്ഞെത്തി. അവനെ തള്ളിമാറ്റി അമർ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്ന ശേഷം കത്തി താനിരുന്നിരുന്ന സീറ്റിന് താഴേക്കിട്ടു. അപ്പോഴേക്കും എന്തു ചെയ്യണമെന്നറിയാതെ രൂപേഷിൻ്റെ ശരീരത്തിനടുത്തേക്ക് 5 പേരും എത്തിയിരുന്നു. അമർ വാഹനം ഇരപ്പിച്ചു. വിറയലോടെ പഴയപടി തന്നെ CI അമറിനെയൊന്ന് നോക്കാനേ കോൺസ്റ്റബിൾ പ്രവീണിന് സാധിച്ചുള്ളൂ. ഒരിക്കൽ കൂടി ഇരപ്പിക്കുകയും ഗിയർ ചേഞ്ച് ചെയ്ത് വാഹനം കുതിപ്പിച്ച് മുന്നോട്ടെടുത്ത് അമർ പാഞ്ഞ് രൂപേഷിന് മുകളിലൂടെ കയറിയിറങ്ങി പാതി വളച്ചു നിന്നു. 5 പേർ അപ്പോഴേക്കും കുതറി മാറി ഓടി രക്ഷപ്പെട്ടു തുടങ്ങിയിരുന്നു. 1-2 നിമിഷം കഴിഞ്ഞില്ല, തീർത്തും വിജനമാക്കപ്പെട്ട ആ സ്ഥലത്ത് വിറയലോടെ നിന്നിരുന്ന പ്രവീണിനായി ഉച്ചത്തിൽ ഹോൺ മുഴങ്ങി അമറിൻ്റെ വക. ഒന്ന് ഞെട്ടി നിന്നുപോയ ശേഷം പ്രവീൺ ഇരു കൈകളും പരസ്പര വിരുദ്ധമായി നെഞ്ചുമറയ്ക്കും വിധം പിടിച്ച് മുഖമാകെ മിഴിപ്പിച്ച് വിറയൽ വിടാതെ ഓടിക്കിതച്ച് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന അമറിനടുത്തേക്ക് ചെന്നു. സാർ, വിറയാർന്ന് സ്ഥലകാലബോധം നഷ്ടമായ വിധം പ്രവീൺ മെല്ലെ ഇങ്ങനെ വിളിച്ചുപോയി.
വന്ന് വേഗം വണ്ടിയിൽ കയറ്. ഇവിടുന്ന് ഇപ്പോൾ തന്നെ പോകണം, കാര്യമുണ്ട്. പ്രവീണിനെ അമ്പരപ്പിക്കും വിധം വളരെ ലളിതമായി എന്നാൽ ഒട്ടും ദൃഢത വിടാതെ സ്റ്റിയറിങ്ങിൽ രക്തം പറ്റിയിരിക്കുന്ന കൈകൾ പിടിച്ചുറപ്പിച്ച് അമർ പറഞ്ഞു. പക്ഷേ പ്രവീണിന് അമ്പരന്ന് നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. പ്രവീൺ! അടുത്ത നിമിഷം അമർ ഇങ്ങനെ അലറി. ഒന്ന് ഞെട്ടിയതിനു പിന്നാലെ ഓടി അവൻ വാഹനത്തിൽ കയറിയിരുന്നു. ഗിയർ ചേഞ്ച് ചെയ്ത് വാഹനം ഇരപ്പിച്ച ശേഷം ഞൊടിയിടയിൽ തിരിച്ച് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന രൂപേഷിനെ രൗദ്രമായൊന്ന് നോക്കിക്കൊണ്ട് അമർ ബൊലേറോ കുതിപ്പിച്ച് ലക്ഷ്യത്തിലേക്ക് പാഞ്ഞു. 2 വളവ് കഴിഞ്ഞതോടെ സാവധാനം വഴിയരികിൽ അല്പം മുന്നിലൊരു കട കാണുക അമർ വാഹനം സൈഡാക്കി നിർത്തി. എൻജിൻ സാവധാനം ഓഫ് ചെയ്ത ശേഷം ഒരു പ്രത്യേക തരത്തിൽ അമർ അപ്പുറത്ത് വിറയലും അമ്പരപ്പും ഭയവും മാറാതെ ഇരിക്കുന്ന കോൺസ്റ്റബിൾ പ്രവീണിനെ നോക്കി. എടാ, ഞാനിതാദ്യമായിട്ടൊന്നുമല്ല. നീ പോയി ഒരു ചോറ് വാങ്ങിച്ചുകൊണ്ട് വാ. സാവധാനം തൻ്റെ തോളിൽ തട്ടി ഇങ്ങനെ അമർ പറയുന്നതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്നായി പ്രവീണിന് തൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട്. നീയും വല്ലതും വാങ്ങിച്ചോ, നമുക്ക് കഴിച്ചിട്ട് വേഗം ഇതിൻ്റെ ബാക്കി നോക്കണ്ടേ. ഒന്ന് നിർത്തിയ ശേഷം അമർ ഒന്ന് പുഞ്ചിരിച്ചു തുടർന്നു. സ്റ്റേഷൻ്റെ ഏരിയ മുഴുവൻ ചുറ്റി കാണാനുള്ളതല്ലേ, നീ വേഗം പോയിട്ട് വാ. ഇങ്ങനെ പറഞ്ഞ് അല്പം ബലത്തിൽ പ്രവീണിനെ അമർ പുറത്തേക്കെന്ന വിധം തള്ളി. അവൻ അതിൻ്റെ പിൻബലത്തിൽ എന്ന വിധം അമറിൽ നിന്നും മുഖമെടുക്കാതെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി മുന്നോട്ട് നടന്നു. രക്തത്തിൻ്റെ അകമ്പടിയോടെ ബൊലേറോ ഇരുട്ടിലങ്ങനെ നിശബ്ദമായി കിടന്നു വിജനമായ ആ സ്ഥലത്ത്. ക്ഷീണിച്ചെന്ന വിധം തെളിഞ്ഞു നിന്നിരുന്ന കടയിലേക്ക് പ്രവീൺ കയറിപ്പോയപ്പോഴേക്കും റിയർവ്യൂ മിററിലൂടെ നോക്കി സീറ്റിൽ വൃത്തിയായൊന്ന് ചാരിയിരുന്നു അമർ. പിറ്റേന്ന് രാത്രി ഏകദേശം 8 മണി കഴിഞ്ഞിരിക്കുന്ന സമയം പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒരു പജീറോ വന്നു നിന്നു. അതിൽ നിന്നും മുണ്ട് ധരിച്ച മാന്യമായ വസ്ത്രധാരണം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വേഷധാരി ഇറങ്ങി. വണ്ടിയിൽ ഒരു സ്ത്രീയും അവരുടെ 5 വയസ്സ് പ്രായം വരുന്നൊരു ആൺകുട്ടിയും ഉണ്ടായിരുന്നു. അയാൾ നടന്നു ചെന്ന് സ്റ്റേഷനകത്തേക്ക് കയറി. അവിടെ പോലീസുകാർ തങ്ങളുടെ ജോലിയിൽ വ്യാപൃതരായിരുന്നു. കോൺസ്റ്റബിളുമായി ചേർന്ന് ഒരു കേസിൻ്റെ ചർച്ചയിലായിരുന്നു CI. അമർ, റിട്ടൺ ബൈ ഹിബോൺ ചാക്കോ, കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ്.